ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരുപോലെ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള. CPMലെ മന്ത്രി വീണ ജോർജാണ് സിറ്റിംഗ് MLA. 2026 മണ്ഡലം പിടിച്ചെടുക്കുവാൻ നിരവധി പേരുകളാണ് UDFന് വേണ്ടി മത്സരിക്കുന്ന കോൺഗ്രസ് പരിഗണിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ, മലങ്കര ഓർത്തഡോക്സ് സഭ അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ എന്നിവരാണ് UDF പട്ടികയിലുള്ളത്. ജില്ലയിലെ ജനകീയനായ യുവ നേതാവ് എന്നതാണ് വിജയ് ഇന്ദുചൂടന് അനുകൂലമാകുന്ന ഒരു ഘടകം. എന്നാൽ ഓർത്തഡോക്സ് സഭ വോട്ടുകൾ ലഭിക്കാൻ ബിജു ഉമ്മൻ സ്ഥാനാർത്ഥിയാവണമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു. ഇനി LDF സാധ്യതകൾ പരിശോധിച്ചാൽ സിറ്റിംഗ് MLA വീണ ജോർജിന് തന്നെയാണ് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്നത്. ഓർത്തഡോക്സ് സഭാ വിശ്വാസികളിൽ വീണയ്ക്കും കുടുംബത്തിനുമുള്ള സ്വാധീനം തന്നെയാണ് ഈ സാധ്യതകൾക്ക് കാരണം. എന്നാൽ പ്രാദേശിക നേതാക്കളിൽ പലരും വീണയ്ക്ക് പകരം ഒരു പുതിയ സ്ഥാനാർത്ഥി വരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വാദം അംഗീകരിക്കപ്പെട്ടാൽ DYFI കേന്ദ്ര കമ്മിറ്റി അംഗം R ശ്യാമ ആറന്മുളയിൽ CPM സ്ഥാനാർത്ഥിയാവും. ഇനി BJP സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണി ആറന്മുളയിൽ മത്സരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ഇത്തവണ അനിലിനെതിരെ പ്രചരണം നയിക്കാൻ പിതാവും മുൻ മുഖ്യമന്ത്രിയുമായ AK ആന്റണി ഇറങ്ങുമോ എന്നതും കൗതുകകരമായ ഒരു കാര്യമാണ്. വീണയെ വീഴ്ത്താൻ കോൺഗ്രസും ത്രികോണ മത്സരം നടത്തി നേട്ടം കൊയ്യാൻ BJPയും തുടരുന്നു. തുടർ വിജയം തേടി കരുത്ത് കാട്ടാൻ LDFും ഇറങ്ങുമ്പോൾ പ്രവചനാതീതമായ മത്സരത്തിന് ആറന്മുള ഏതാണ്ട് തയ്യാറായി കഴിഞ്ഞു.